ശരിക്കും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് മൊത്തത്തിൽ പറയാം. അത് ഏറ്റവും അധികം ഒരുപക്ഷെ ബാധിക്കാൻ പോകുന്നത് മലയാളികളെയുമാണ്. മലയാളികളെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ എക്കോണമിയെ മൊത്തത്തിൽ അത് ബാധിക്കും. കുറേയേറെ ആളുകൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജോലിക്ക് വീണ്ടും പോവാൻ പറ്റാതെ ഹെൽഡപ്പായി പോയിട്ടുള്ള കുറച്ച് പ്രവാസികളുണ്ട്. അവർക്കിനി ചെന്ന് പെടുക എന്ന് പറഞ്ഞാൽ അത് ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ പ്രോബ്ലമാണ്, വലിയ ബുദ്ധിമുട്ടാണ് എന്നാണ് അവരുടെയൊക്കെ വാക്കുകളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. ഇവിടെ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഒരു അസറ്റാണ് ശരിക്കും വിദേശ മലയാളികൾ എന്ന് പറയുന്നത്. കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വേറിട്ടുകൊണ്ട് ഏതൊക്കെ രീതിയിലുള്ള എക്കണോമിക് പ്രോസ്പിരിറ്റി നേടിയിട്ടുണ്ടോ അതിൻ്റെ പുറകിൽ മലയാളികളുടെ കഠിനാധ്വാനത്തിൻ്റെ വിയർപ്പിൻ്റെ ഫലമുണ്ട് എന്ന കാര്യത്തിന് ഒരു തർക്കവുമില്ല. അത്തരത്തിലൊരു സാഹചര്യത്തിൽ തിരിച്ചു വരുന്ന മലയാളികൾക്ക് കൂടൊരുക്കേണ്ടത്, സമാശ്വാസം നൽകേണ്ടത് മലയാളികളുടെ കൂടി കടമയാണ്. അതിന് ഇന്ന് കേരളത്തിൽ ധാരാളം അവസരങ്ങളുണ്ട്. മാറിയ സാഹചര്യങ്ങൾ ഇത്തരം വിദേശ മലയാളികളെ അക്കോമഡേറ്റ് ചെയ്യുന്നതിന് പര്യാപ്തമാണ്. ഇപ്പോൾ ഒരു ഗവൺമെൻറ് സർവീസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലേക്ക് ജോലിക്ക് ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഗുണകരമായിരിക്കില്ല എന്ന് നമുക്കറിയാം. എന്നാൽ അവരുടെ എക്സ്പേർട്ട്നെസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലഘു സംരംഭങ്ങൾ എന്ന കാര്യം കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് തികച്ചും അനുകൂലമായൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ എടുത്തു പറയാവുന്നൊരു കാര്യം, തിരിച്ചെത്തുന്ന വ്യവസായികൾ, പ്രവാസി മലയാളികൾ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അവരെ അലട്ടുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത്. അവരുടെ എക്സ്പേർട്ട്നെസ് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ലഘു സംരംഭങ്ങളാണ് ഏറ്റവും നല്ല ഉത്തരം എന്നാണ് എനിക്കിതിന് പറയാനുള്ളത്. എന്തുകൊണ്ടെന്നാൽ ഒരു 10 വർഷം മുൻപുള്ള ഒരു സ്ഥിതിയല്ല കേരളത്തിൽ ഇന്ന് ചെറിയ ചെറിയ സംരംഭങ്ങൾ ചെയ്യുന്നതിന് സംരംഭകർക്ക് അനുകൂലമായിട്ടുണ്ടായിട്ടുള്ളത്. നിരവധി നിയമപരിഷ്കാരങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് സംരംഭങ്ങൾ തുടങ്ങുക, ചെറു ബിസിനസ്സുകൾ ചെയ്യുക എന്ന് പറയുന്നത് അത്ര ശ്രമകരമല്ലാത്ത ഒരു പണിയായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവർ ആശങ്കപ്പെട്ടിരുന്ന ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് ലൈസൻസുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പോൾ 2018 മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ലൈസൻസിങ് രംഗത്ത് വലിയ മാറ്റം, വലിയ വിപ്ലവാത്മകമായ മാറ്റമാണ് ഈ ലൈസൻസിങ് രംഗത്തുണ്ടായിട്ടുള്ളത്. ഇന്നിപ്പോൾ വ്യവസായം തുടങ്ങാൻ വരുന്ന ഒരു പ്രവാസിയെ സംബന്ധിച്ച് ആദ്യത്തെ 3.5 വർഷം ലൈസൻസ് എടുക്കാതെ തന്നെ വ്യവസായം തുടങ്ങുന്നതിനുള്ള അനുമതി നൽകുന്ന നിയമം നമ്മുടെ രാജ്യത്തുണ്ട്. അതാണ് 2019 MSME ഫെസിലിറ്റേഷൻ ആക്ട് എന്ന് പറയുന്നത്. 3.5 വർഷക്കാലം നിങ്ങൾ പ്രധാനപ്പെട്ട ലൈസൻസുകളൊന്നും എടുക്കാതെ തന്നെ, നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കാതെ തന്നെ നിങ്ങൾക്ക് ഇൻഡസ്ട്രികൾ ചെയ്യുന്നതിന് ഈ നിയമം അനുമതി നൽകുന്നു. 2018 വന്ന മറ്റൊരു സുപ്രധാനമായ നിയമമാണ് കേരള ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ആക്ട് എന്ന് പറയുന്നത്. ഈ നിയമം യഥാർത്ഥത്തിൽ സംരംഭകരുടെ ഒരു ചരിത്രത്തിൽ ഒരു മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന നിയമമാണ്. ഇത് ലൈസൻസുകളുടെ പേര് മാറ്റി, ലൈസൻസുകളൊക്കെ 5 വർഷത്തേക്ക് കൃത്യമായി നടക്കുന്നു എന്ന് ഈ നിയമം ഉറപ്പുവരുത്തി, അതോടൊപ്പം ലൈസൻസുകളും മറ്റും എടുക്കുന്നതിന് വേണ്ട അപേക്ഷകൾ കൊടുക്കുന്നതിനുള്ള പ്രശ്നങ്ങൾ പരമാവധി ലഘൂകരിച്ചു. ഒരു അപേക്ഷ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ ലൈസൻസ് കൊടുക്കണമെന്ന ക്ലിയർ കട്ടായിട്ടുള്ള ഒരു നിബന്ധന വന്നത് ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ KSIFT എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം വന്നു. അതിൽ കൂടി ഇന്ന് ഏതൊരു സംരംഭകനും, ഇപ്പോൾ വിദേശ മലയാളികളൊക്കെ ആണെങ്കിൽ ഒരു ഓഫീസിൽ പോലും പോകാതെ തന്നെ ഈ KSIFT എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ കയറി അപേക്ഷ അപ്ലോഡ് ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ ലൈസൻസ് സമ്പാദിക്കാനുള്ള സൗകര്യം ഇന്ന് ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, വിദേശത്തു നിന്ന് വരുന്ന പ്രവാസികളെ സംബന്ധിച്ച്, വിദേശ മലയാളികളെ സംബന്ധിച്ച് പലപ്പോഴും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ KSIFT പോലുള്ള പ്ലാറ്റ്ഫോമിൽ കയറി അവർക്ക് ഈ അപേക്ഷകൾ അപ്ലോഡ് ചെയ്ത് ഇമ്മീഡിയറ്റായിട്ട് ലൈസൻസ് സമ്പാദിക്കുന്നതിന് ഉള്ള ഒരു സാങ്കേതികമായ പരിജ്ഞാനമില്ലാതെ വരാറുണ്ട്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പോലും അത്തരം സംരംഭകരെ സഹായിക്കുന്നതിന് ഇന്ന് ഗവൺമെൻറ് തലത്തിൽ തന്നെ സൗജന്യമായി സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഫെസിലിറ്റേഷൻ ഓഫീസറുടെ ഒരു സേവനം എല്ലാ താലൂക്കിലും ലഭ്യമായിട്ടുണ്ട് എന്നുള്ളത്. ഈ ഫെസിലിറ്റേഷൻ ഓഫീസറെ കണ്ടു കഴിഞ്ഞാൽ
എല്ലാ താലൂക്കിലും ഇതിനു വേണ്ടി ഒരു ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു ഓഫീസറെ നിയമിച്ചിട്ടുണ്ട്. ആ ഓഫീസറെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സൗജന്യമായി തന്നെ ഈ പോർട്ടലിൽ ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് ലൈസൻസ് സമയബന്ധിതമായി എടുത്തു തരുന്നതിനുള്ള ഒരു സാഹചര്യം കൂടി ഇപ്പോൾ ലഭ്യമാണ് എന്ന കാര്യം കൂടി ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും ഒരു 10 വർഷം മുമ്പ് ഉണ്ടായിരുന്നില്ല. ഓഫീസിൽ പോകാതെ കാര്യങ്ങൾ നടക്കുമായിരുന്നില്ല. ഇപ്പോൾ ഒരു ഓഫീസിൽ പോയില്ലെങ്കിലും കാര്യങ്ങൾ നടക്കാവുന്ന ഒരു സ്ഥിതി വന്നിരിക്കുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലാണ് 2025 ഓഗസ്റ്റ് 18-ാം തീയതിയാണ് കേരളത്തിലെ ലൈസൻസിങ് സമ്പ്രദായം സമഗ്രമായി പരിഷ്കരിച്ചുകൊണ്ട് പഞ്ചായത്ത് രാജ് ചട്ടങ്ങളിൽ ഭേദഗതി വന്നത്. ഇതനുസരിച്ച് വീടുകളിൽ തന്നെ സംരംഭങ്ങൾ ചെയ്യുന്നതിന് അനുമതി നൽകുന്നു. വീടുകളുടെ 50% ഏരിയ വ്യവസായം തുടങ്ങുന്നതിന് അനുമതി നൽകുന്നു. അതിനുവേണ്ടി യൂട്ടിലൈസ് ചെയ്യാം. അതോടൊപ്പം അടഞ്ഞു കിടക്കുന്ന വീടുകളാണ് എങ്കിൽ അവിടെ 100% ഏരിയയും വ്യവസായം തുടങ്ങാൻ അനുമതി നൽകുന്നു. ഇപ്പോൾ പ്രവാസികളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഒരു പോർഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നിരവധിയായ സംരംഭങ്ങൾ ചെയ്യാം. 5 HP പവറിൽ താഴെ ഉപയോഗിച്ചുകൊണ്ട് 10 ലക്ഷം രൂപയിൽ താഴെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ട് അതോടൊപ്പം ഗ്രീൻ വൈറ്റ് കാറ്റഗറിയിൽ വരുന്ന സംരംഭങ്ങൾ ഇപ്രകാരം വീട്ടിൽ തന്നെ തുടങ്ങാം എന്നുള്ള അനുമതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ നിയമം മറ്റ് സ്ഥലങ്ങളിൽ തുടങ്ങുന്ന വ്യവസായങ്ങൾക്കും അനുകൂലമാക്കിയിട്ടുണ്ട്. അതായത് കേരളത്തിൽ ഗ്രീൻ വൈറ്റ് കാറ്റഗറിയിൽ വ്യവസായങ്ങൾ തുടങ്ങുന്ന സംരംഭകരെ സംബന്ധിച്ചിടത്തോളം അവർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ലൈസൻസേ എടുക്കേണ്ട ആവശ്യമില്ല, ആയുഷ്കാലം ലൈസൻസ് എടുക്കേണ്ട ആവശ്യമില്ല. മറിച്ച് അവരൊരു രജിസ്ട്രേഷൻ അവർ സ്വന്തം നിലയിൽ അപ്ലോഡ് ചെയ്യുന്ന അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ഒരു രജിസ്ട്രേഷൻ എടുത്താൽ മതി. അതിനടയ്ക്കേണ്ട ഫീസ് ചെറിയ ഫീസ് അടച്ചാൽ മതി. ആ കാര്യങ്ങൾ നടക്കുമെന്നുള്ളതാണ്. ഈ നിയമം തന്നെ മുനിസിപ്പാലിറ്റിക്കും ബാധകമാക്കിക്കൊണ്ട് 2026 മാർച്ച് 13-ാം തീയതിയിലെ ഗസറ്റിൽ മറ്റൊരു വിജ്ഞാപനവും വന്നിട്ടുണ്ട്. ഇതനുസരിച്ചും ഗ്രീൻ വൈറ്റ് കാറ്റഗറിയിൽ വരുന്ന കമ്പാരിറ്റീവ്ലി പൊല്യൂഷൻ കുറഞ്ഞ സംരംഭകർ ഒന്നും തന്നെ ഈ പഞ്ചായത്ത് ലൈസൻസ് എടുക്കേണ്ട ആവശ്യമില്ല. മറിച്ച് പഞ്ചായത്തിൻ്റെ ഒരു രജിസ്ട്രേഷൻ എടുത്താൽ മതി. അത് സ്വയം അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വിദേശ മലയാളികൾ സംരംഭ രംഗത്തേക്ക് കടന്നു വരുന്നതിന് തടസ്സമായി നിന്നിരുന്ന അല്ലെങ്കിൽ ആശങ്കപ്പെട്ടിരുന്ന ലൈസൻസിങ് സമ്പ്രദായം കുറേ കൂടി സംരംഭ സൗഹൃദമായി ഇന്ന് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന തരത്തിലേക്ക് നിയമനിർമ്മാണങ്ങൾ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംരംഭകർക്ക് ചെറിയ വ്യവസായങ്ങളിലൂടെ ചെറിയ സംരംഭങ്ങളിലൂടെ കടന്നു വരുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ചെറുതായി തുടങ്ങുക, വലുതായി വളരുക, ഇതായിരിക്കണം എപ്പോഴും ഒരു സംരംഭകൻ്റെ മോട്ടോ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഫണ്ട് ഒരു പ്രധാന ഘടകം തന്നെയാണ്, ബോട്ടിൽ നെക്ക് തന്നെയാണ്. ഇപ്പോൾ പ്രവാസികളെ സംബന്ധിച്ച് അവർക്ക് എക്സ്പെർട്ട്നെസ് ഉണ്ടാകും. കുറച്ചൊക്കെ ഫണ്ട് എടുക്കാനും കഴിയുന്നവരായിരിക്കാം, ഒരുപക്ഷെ കാര്യമായ ഫണ്ടൊന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധ്യതയില്ലാത്തവരുമായിരിക്കാം. ഇതേ സംബന്ധിച്ച് എക്സ്ക്ലൂസീവ്ലി പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ഒരു മികച്ച ഒരു പദ്ധതി കേരളത്തിൽ നടപ്പാക്കി വരുന്നുണ്ട്. ഇതിന് NDPRM എന്നാണ് പേര് വിളിക്കുന്നത്. നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കി വരുന്ന തൊഴിൽ പദ്ധതി എന്നാണ് ഇതിൻ്റെ പേര്. നോർക്ക റൂട്ട്സ് വഴിയാണ് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത്. NDPRM എന്നാണ് ഈ സ്കീമിൻ്റെ പേര്. ഈ സ്കീം വിദേശ മലയാളികൾക്ക് മാത്രം വേണ്ടിയുള്ളതാണ്. 2 വർഷമെങ്കിലും വിദേശത്ത് ജോലി ചെയ്തതിന് ശേഷം തിരിച്ചു വന്ന് കേരളത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു വ്യവസായം കെട്ടിപ്പടുക്കണം, ഏതെങ്കിലും രീതിയിലുള്ള ഒരു തൊഴിൽ സംരംഭം ചെയ്യണം, വ്യവസായം എന്നുള്ള വലിയൊരു തലത്തിലേക്ക് പോയില്ലെങ്കിലും ഒരു തൊഴിൽ സംരംഭം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് സപ്പോർട്ട് നൽകുന്ന ഒരു പദ്ധതിയാണ്. ഈ പദ്ധതി പ്രകാരം ലഭിക്കുന്നത് സാധാരണ 20 ലക്ഷം രൂപ വരെയാണ് ഈ പദ്ധതി പ്രകാരം അറ്റ് എ ടൈം വായ്പയായിട്ട് ലഭിക്കുന്നത്. വായ്പ നൽകുന്നത് ബാങ്കുകളാണ്. എന്നാൽ എസൻഷ്യലായിട്ടുള്ള സാഹചര്യങ്ങളിൽ 30 ലക്ഷം രൂപ വരെ വായ്പ കൊടുക്കുന്നതിന് ഈ സ്കീമിൽ വ്യവസ്ഥയുണ്ട്. ഈ സ്കീമിൽ ലോൺ എടുത്താലുള്ള അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ലോണിന് 15% പരമാവധി 3 ലക്ഷം രൂപ വരെ ഇതിന് സബ്സിഡി ആയിട്ട് ഗവൺമെൻറ് ഡയറക്റ്റായിട്ട് തരുന്നുണ്ട്. അതുകൂടാതെ 4% ഇൻട്രസ്റ്റ് പലിശ ഇളവും ഈ സ്കീമിൽ സംരംഭകർക്ക് നൽകുന്നുണ്ട്. ഈ സ്കീമിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ തിരിച്ചു വന്നിട്ടുള്ള മലയാളികൾക്ക് അവരുടെ ജീവിതത്തിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഏത് സംരംഭവും, ഏത് കാറ്റഗറി സംരംഭവും അവർക്ക് ചൂസ് ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പം
പല സർക്കാർ സ്പോൺസേഡ് സ്കീമുകളും മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിനോ സർവീസ് ഇൻഡസ്ട്രീസിനോ മാത്രമാണ് ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്യുക. അവർക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഏത് പദ്ധതിയും തിരഞ്ഞെടുക്കാമെന്നുള്ളതാണ്. ഇപ്പോൾ സാധാരണ ഗവൺമെൻറ് സ്പോൺസേഡ് സ്കീമുകൾ എന്നൊക്കെ പറഞ്ഞാൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിനും സർവീസ് ഇൻഡസ്ട്രീസിനും മാത്രമാണ് ആനുകൂല്യങ്ങൾ നൽകുന്നത് എങ്കിൽ ഇവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി തുടങ്ങാം, ഒരു ബേക്കറിയോ ഒരു ഗാർമെൻറ്റ് യൂണിറ്റോ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റോ ഒരു ഫർണിച്ചർ യൂണിറ്റോ ഒരു ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരു സർവീസ് യൂണിറ്റ് ചെയ്യാം, ഒരു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പോ ഒക്കെ ചെയ്യാം. അതുപോലെ ഒരു DTP സെൻറ്ററോ അതുപോലെ ഒരു ഡാറ്റാ സെൻറ്ററോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുപോലെ ഇവർക്കൊരു വണ്ടി ഓടിക്കണം, ഒരു വെഹിക്കിൾ മേടിക്കണം എന്നുണ്ടെങ്കിൽ അത്തരം ഒരു വെഹിക്കിൾ ഇതിന് ഈ പൈസ കൊണ്ട് പർച്ചേസ് ചെയ്യാം. ടാക്സി ഓടിക്കണമെന്നുണ്ടെങ്കിൽ ടാക്സി വാങ്ങാം. ഒരു ഫാം തുടങ്ങണം, ഒരു ഡയറി ഫാം തുടങ്ങണം, ഒരു ആട് ഫാം തുടങ്ങണം, കോഴി ഫാം തുടങ്ങണം, ഏത് തരം ഫാം തുടങ്ങണമെങ്കിലും നമുക്ക് ഈ ഫണ്ട് ഉപയോഗിക്കാം. അതുപോലെ ഏത് തരം ട്രേഡ് ചെയ്യണം, ഒരു ഹോൾസെയിലോ റീറ്റെയിലോ ചെറിയ ഷോപ്പുകളോ പെറ്റ് ഷോപ്പുകളോ മെഡിക്കൽ ഷോപ്പുകളോ അല്ലെങ്കിൽ അതുപോലുള്ള ക്യാൻറ്റീനുകളോ ഹോട്ടലുകളോ റെസ്റ്റോറൻറ്റുകളോ ഏത് തരം ആക്ടിവിറ്റി വേണമെങ്കിലും ചെയ്യാവുന്ന അതിന് ഫണ്ട് ലഭ്യമാക്കുന്ന വളരെ നല്ല ഒരു സ്കീമാണ് NDPRM എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ആശയവുമായി വരികയാണ് എങ്കിൽ 20 ലക്ഷം രൂപ വരെ വായ്പയും 15% സബ്സിഡിയും, അത് വായ്പ എമൗണ്ട് 30 ലക്ഷം രൂപ വരെ ആകാം എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെന്താണ് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം കൂടി ഉണ്ടാവും. ഇങ്ങനെ ഒരു അപേക്ഷ ഞങ്ങൾക്ക് ഫയൽ ചെയ്ത് പൈസ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ നിങ്ങൾ എല്ലാ ജില്ലകളിലെയും കളക്ടറേറ്റിനോട് ചേർന്ന് നോർക്ക റൂട്ട്സിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്, അവിടെ പോയി ഒരു രജിസ്ട്രേഷൻ എടുക്കണം. അവരുമായി ബന്ധപ്പെട്ട് വേണം ഇതിന് ആപ്ലിക്കേഷൻ സമർപ്പിക്കാനായിട്ട്. ആപ്ലിക്കേഷൻ സമർപ്പിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ അപേക്ഷ പരിശോധിച്ച് അത് ബാങ്കിലേക്ക് അയച്ചു കൊടുക്കും. ബാങ്ക് ലോൺ സാങ്ഷൻ ചെയ്യുന്നതനുസരിച്ച് അതിന് സബ്സിഡിയും മറ്റു സൗകര്യങ്ങളും എല്ലാം തന്നെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നോർക്ക റൂട്ട്സുമായി ബന്ധപ്പെടുക. നോർക്കയുടെ സൈറ്റിൽ കയറിയാലും ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ കിട്ടും. ഇത് പ്രവാസി മലയാളികൾക്ക് മാത്രം വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ്ലി വേണ്ടിയിട്ടുള്ള നല്ലൊരു സ്കീമാണ്. വളരെ ഫലപ്രദമായി നടപ്പാക്കി വരുന്ന ഒരു സ്കീമാണ്. ഇവിടെ ഗവൺമെൻറ് തലത്തിൽ തന്നെ ഇത്തരം ട്രെയിനിങ്ങുകൾ മാർക്കറ്റിംഗ്, മാനേജ്മെൻറ്റ്, ടെക്നോളജി ഇതുമായി ബന്ധപ്പെട്ടുള്ള സൗജന്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട്. ഒരുപക്ഷെ ഇത് വേണ്ടത്ര നമ്മുടെ സംരംഭകർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമുക്കറിയാം ലീഡ് ഡിസ്ട്രിക്റ്റ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിനൊരു LDMs, ലീഡ് ഡിസ്ട്രിക്റ്റ് മാനേജറുണ്ട്. ഈ ലീഡ് ഡിസ്ട്രിക്റ്റ് ബാങ്കുകളോടനുബന്ധിച്ച് എല്ലാ ജില്ലയിലും ഒരു ഗ്രാമീണ തൊഴിൽ പരിശീലന കേന്ദ്രം RSETI, റൂറൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിൽ ഒരു പരിശീലന കേന്ദ്രം നടപ്പാക്കി വരുന്നുണ്ട്. ഈ പരിശീലന കേന്ദ്രത്തിൽ 100% സൗജന്യമായിട്ടുള്ള പരിശീലന പരിപാടികൾ ഏർപ്പാടാക്കി വരുന്നുണ്ട്. ഇത് ബാച്ചായിട്ടാണ് പരിശീലനം നടക്കുന്നത്. ഇനി ഒരു 25 പേർ ഒരുമിച്ച് ചെന്ന് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കോഴ്സിലോ ഒരു പ്രോഗ്രാമിലോ ട്രെയിനിങ് വേണമെന്ന് ആവശ്യപ്പെട്ടാൽ അതും ഫ്രീ ഓഫ് കോസ്റ്റിൽ നമുക്ക് ചെയ്തു കിട്ടും. അവിടെ താമസിക്കാനും ഫ്രീ ഓഫ് കോസ്റ്റിൽ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. മിക്കവാറും എല്ലാ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും റെസിഡൻഷ്യൽ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്, അതിനുള്ള സൗകര്യമുണ്ട്. അത് ഫ്രീ ആണ്. അതോടൊപ്പം ഈ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നതിന് ആവശ്യമായി ഡെയിലി വരുന്ന ഫുഡ്, ടീ ഇതെല്ലാം ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സംവിധാനമുണ്ട്. പിന്നെ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മാത്രമേ ഏതൊരു സംരംഭത്തിനും നിലവിൽ ഏതൊരു സംരംഭവും സ്ഥാപിച്ചുകൊണ്ട് വരാൻ കഴിയുകയുള്ളൂ. ഒരു സംരംഭം ചെയ്യുന്നതിന് മുൻപ് ആദ്യം വിലയിരുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകം അത് എത്രമാത്രം മാർക്കറ്റബിളാണ് എന്നുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഒരു സംരംഭകൻ ഇപ്പോൾ പ്രവാസിയായാലും അല്ലെങ്കിലും വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ സൊസൈറ്റിയെ നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. ഈ സൊസൈറ്റി ഒബ്സർവ് ചെയ്യുക, ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യാനോ മറ്റ് ഏത് കമ്മ്യൂണിറ്റി ആയിരുന്നാലും ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത് ആ വിഭാഗം ആളുകളെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുകയും ഈ ഒബ്സർവേഷൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ റിക്വയർമെൻറ്റ് എന്താണ് എന്ന് കണ്ടെത്തുക. ചിലപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ റോ മെറ്റീരിയൽ ആയിരിക്കും അവരുടെ റിക്വയർമെൻറ്റ്, ചിലപ്പോൾ ഒരു കൺസ്യൂമർ പ്രോഡക്റ്റ് ആയിരിക്കും അവരുടെ റിക്വയർമെൻറ്റ്. അത്തരത്തിലുള്ള റിക്വയർമെൻറ്റ് കണ്ടെത്തുക. ആ റിക്വയർമെൻറ്റിനനുസരിച്ചുള്ള
ഉൽപ്പാദന, സേവന, വിപണന, വാണിജ്യ കേന്ദ്രങ്ങൾ തുടങ്ങുക എന്നുള്ളതായിരിക്കണം എപ്പോഴും ഒരു പ്രവാസി സംരംഭകൻ്റെ കാഴ്ചപ്പാട്. ഇതിനെ നമുക്ക് സൗജന്യമായിട്ട് പല രീതിയിലുള്ള അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്. എല്ലാ ജില്ലയിലും പ്രവർത്തിക്കുന്ന ലീഡ് ഡിസ്ട്രിക്റ്റ് ബാങ്കുകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന റൂറൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാ ജില്ലയിലും ഉണ്ട്. ആ ജില്ലയിലെ ലീഡ് ബാങ്കിൻ്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിനെ കണ്ട് നിങ്ങൾ സംസാരിച്ചാൽ അവർ പറഞ്ഞു തരും എവിടെയാണ് ട്രെയിനിങ്, എന്തൊക്കെയാണ് ട്രെയിനിങ്ങിനുള്ളത് എന്ന്. അവിടെ മാർക്കറ്റിംഗ് ഉണ്ട്, മാനേജ്മെൻ്റ് ഉണ്ട്, ടെക്നോളജി ഉണ്ട്, സെൽഫ് എംപ്ലോയ്മെൻ്റ് ഉണ്ട്. അതുപോലെ നമുക്ക് ആവശ്യമുള്ള എല്ലാത്തരം ട്രെയിനിങ്ങും 100% സൗജന്യമായിട്ട് പ്രവാസി സംരംഭകർക്കും ഇത് ലഭ്യമാകും. അത്തരം സൗകര്യങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.